ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. ഇനി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തക്കാളി ചട്നിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കൊച്ചുള്ളി, 5 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു വലിയ സൈസ് തക്കാളി. ഞാനൊരു ഇരുമ്പ് കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പ് കടായി എടുത്തിരിക്കുന്നത് നമ്മൾ ഇടുന്ന സാധനങ്ങൾ അതിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വച്ചിരുന്ന കൊച്ചുള്ളിയും കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് ഇതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത കൊച്ചുള്ളിയിലേക്ക് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന തക്കാളിയും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മസാല റെഡിയായത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും സാമ്പാറിനോടൊപ്പം ഇത് ഒരു ചട്നിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.